തൃശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴ കണി കണ്ടുണരുന്ന കാറളം ഗ്രാമപഞ്ചായത്ത്. അവിഭക്ത കാട്ടൂർ പഞ്ചായത്ത് വിഭജിച്ച് കാറളം ഗ്രാമപഞ്ചായത്ത് പിറവിയെടുക്കുന്നത് 1977 ജൂലൈ 1-നാണ്. വടക്ക് കരുവന്നൂർ പുഴയും കിഴക്ക് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയും തെക്ക് പടിയൂർ ഗ്രാമപഞ്ചായത്തും പടിഞ്ഞാറ് കാട്ടൂർ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്നു. കാറളം ഗ്രാമപഞ്ചായത്ത് മുകുന്ദപുരം താലൂക്കിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ കാറളം വില്ലേജ് പൂർണ്ണമായും 20% മനവലശ്ശേരി വില്ലേജുമായും ഉൾപ്പെടുന്നു. കൂടാതെ വൈവിധ്യങ്ങളായ വിഭവ സ്രോതസ്സുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഭൂപ്രദേശമാണ് കാറളം. ഭൂരിഭാഗം ജനങ്ങളും കാർഷിക വൃത്തിയിലും മൃഗ മത്സ്യ പരിപാലനത്തിലും ജീവിതമാർഗം കണ്ടെത്തുന്നു. നാനാജാതി മതസ്ഥർ സാഹോദര്യത്തോടെയും ഒത്തൊരുമയോടെയും ജീവിച്ചു വരുന്നു. കരുവന്നൂർ പുഴയിൽ നിന്നും പഞ്ചായത്തിന് ആവശ്യമായ വെള്ളം കനാലുകളും കൈത്തോടുകളും വഴി പാടശേഖരത്തിലേക്ക് എത്തിക്കുന്നതിനും അമിതമായ മഴവെള്ളവും മലിനജലവും ഒഴുക്കിവിടുന്നതിനുമുള്ള സംവിധാനങ്ങൾ മുൻ ഭരണകാലത്തും ഇക്കാലത്തും ഒരുക്കിയിട്ടുണ്ടെങ്കിലും താഴ്ന്ന ഭൂപ്രദേശ മേഖലകളിൽ മഴക്കെടുതികൾ വിടാതെ തുടരുന്നു. പ്രളയവും ലോകം കണ്ട ഏറ്റവും ഭയാനകമായ കോവിഡ് മഹാമാരിയുടെ മൂർധന്യാവസ്ഥയിലാണ് ഈ ഭരണസമിതി അധികാരത്തിലെത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംയമനത്തോടെയും ആത്മവിശ്വാസത്തോടെയും തരണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമവും വികസനപരവുമായ വിസ്മയം തീർത്തുകൊണ്ടാണ് പഞ്ചായത്ത് മുന്നേറിയത്. സർക്കാരുകളുടെയും ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട MLAയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ആർ ബിന്ദു ടീച്ചറുടെ ആസ്തി പ്രാദേശിക ഫണ്ടുകളും ജില്ലാ പഞ്ചായത്തിന്റെയും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന ഫണ്ടുകളും സമന്വയിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി വിവിധ മേഖലകളിൽ 118 കോടി രൂപ ചെലവാക്കിയാണ് പഞ്ചായത്ത് ഈ വികസന വിപ്ലവം കാറളത്തിലെ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 22 കോടിയും ജില്ലാ പഞ്ചായത്തിന്റെ 4 കോടി 11 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3 കോടി 20 ലക്ഷവും കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ ഫണ്ടുകളും ഇതിനായി വിനിയോഗിക്കപ്പെട്ടു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന സർക്കാർ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ലൈഫ്, PMAY എന്നീ പദ്ധതികൾ പ്രകാരം 179 വീടുകൾ പൂർത്തീകരിക്കാനും 43 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലുമാണ്. അതിൽ 111 വീടുകൾ ഈ ഭരണസമിതിയുടെ കാലത്താണ് സാധ്യമായത് എന്നതിൽ അഭിമാനം കൊള്ളുന്നു. 3984 ഗുണഭോക്താക്കൾക്ക് വിവിധ ക്ഷേമ പെൻഷനുകൾ നൽകാൻ സാധിച്ചു. ഉൽപാദന മേഖലയ്ക്കായി 6 കോടിയും സേവന മേഖലയ്ക്കായി 28 കോടിയും പശ്ചാത്തല മേഖലയ്ക്കായി 10 കോടിയും തൊഴിലുറപ്പിനായി 6 കോടിയും കുടുംബശ്രീയിൽ 30 കോടിയും മറ്റു ക്ഷേമ മേഖലയിൽ 38 കോടിയുമാണ് ഇതുവരെ ചിലവഴിക്കപ്പെട്ടത്. സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് കാർഷിക സമ്പദ്ഘടനയെ ഉണർത്താനും സമഗ്ര ആരോഗ്യ പരിരക്ഷ, സ്ത്രീ സൗഹൃദം, വയോജന ഭിന്നശേഷി സഹായങ്ങൾ, കുടിവെള്ളം, ശുചിത്വം, കുടുംബശ്രീ, തൊഴിലുറപ്പ് എന്നീ മേഖലകളെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് ഈ 5 വർഷങ്ങൾ ശക്തമായി കടന്നുപോയത്. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി ഒരു നവകേരളം പടുത്തുയർത്തുവാൻ സഹകരിച്ച സുമനസ്സുകളായ മുഴുവൻ ജനങ്ങളെയും ഓർത്തുകൊണ്ട് ഈ വികസന രേഖ സവിനയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കാറളം ഗ്രാമപഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ഇരിങ്ങാലക്കുട MLA എന്ന നിലയിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലും 22 കോടി രൂപയുടെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. റോഡുകളുടെ
നവീകരണം, അംഗനവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണം, ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ സ്ഥാപനം, ഒരു വെറ്റിനറി ആശുപത്രി കെട്ടിടം ഉൾപ്പെടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയെല്ലാം വികസിപ്പിക്കുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സാരഥികളുടെ അഭ്യർത്ഥനയനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാർളം ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന PWD റോഡുകൾ ഏറ്റവും നല്ല നിലവാരത്തിൽ ബിറ്റ്മിൻ മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊറത്തിശ്ശേരി ചെമ്മണ്ട കാറളം റോഡ് BMNBC പുനരുദ്ധാരണത്തിന് 4 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. കിഴുത്താണി കാറളം റോഡ് BMNBC പുനരുദ്ധാരണം 6 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. നിരവധി ഗ്രാമീണ റോഡുകൾക്ക് MLA ഫണ്ടിൽ നിന്ന് പണം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഒട്ടുമിക്ക റോഡുകളും നിർമ്മാണം പൂർത്തീകരിക്കുകയും മറ്റുള്ളവ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലുമാണ്. വളരെ ശോചനീയമായ സാഹചര്യത്തിൽ കിടന്നിരുന്ന ഒട്ടനവധി റോഡുകൾ MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. വെള്ളാനി പുളിയമ്പാടം കോൾ വികസന പദ്ധതിക്കായി ഈ കോൾപ്പാടത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് 3 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് ഭരണാനുമതി ലഭ്യമായിട്ടുണ്ട്. കോഴിക്കുന്ന് പ്രദേശത്ത് 10 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു. സ്ഥലം വാങ്ങാൻ ഫണ്ട് നൽകി, വാങ്ങിയ സ്ഥലത്ത് വീട് വയ്ക്കുന്നതിനും ഫണ്ട് നൽകി. അങ്ങനെ 10 ലക്ഷം രൂപ വീതമാണ് ഓരോ കുടുംബത്തിനും നൽകാനായത്. സമ്പൂർണമായും അവരെ പുനരധിവസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായി കരുതുന്നു. ഇനിയും കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും MLA എന്നുള്ള നിലയിൽ പരിശ്രമിക്കും. ജനങ്ങൾക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ കാലതാമസമില്ലാതെ കൈകളിലേക്ക് എത്തിക്കാൻ K-സ്മാർട്ട് സംവിധാനം, ജനസഹായത്തിനായി ഹെൽപ്പ് ഡെസ്ക്, കുടുംബശ്രീ മോഡൽ CDS ഓഫീസ് എന്നിവ പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെ പ്രവർത്തന സജ്ജമാണ്. പഞ്ചായത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നതിനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രൂപപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനും ജനങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അവകാശങ്ങളും അവരിലേക്ക് എത്തിക്കുന്നതിനും അവരുമായി സംവദിക്കുന്നതിനുമുള്ള പഞ്ചായത്തിന്റെ അധ്യക്ഷനാണ് പ്രസിഡന്റ്. ഞാൻ ബിന്ദു പ്രദീപ്, കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പാതയിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പദ്ധതി വിഹിതം ചെലവഴിച്ച് 100% ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ തന്നെ പദ്ധതി വിഹിതം 100% ആക്കിയതിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർദ്ര കേരള പുരസ്കാരം ജില്ലയിലെ തന്നെ 1ാം സ്ഥാനത്ത് തന്നെ എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതും നമ്മളുടെ നേട്ടങ്ങളിലൊന്നാണ്. ഒരു വികസിത നവകേരള സൃഷ്ടിക്കൊപ്പം സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്കൊപ്പം നിന്നുകൊണ്ട് കാർളം പഞ്ചായത്തും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ശ്രമങ്ങൾക്കൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും എപ്പോഴും ഒന്നിച്ചുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ധനവിനിയോഗം കാര്യക്ഷമമാക്കാനും പഞ്ചായത്ത് ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വൈസ് പ്രസിഡന്റിന്റെ ഓഫീസ് എപ്പോഴും പ്രവർത്തന സജ്ജമാണ്. ഗ്രാമപഞ്ചായത്തിലെ ലഭ്യമായ ധനവിനിയോഗം ജീവനക്കാരുടെ കൃത്യങ്ങളെയും കമ്മിറ്റി തീരുമാനങ്ങളെയും സമയബന്ധിതമായി തീരുമാനമെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പരിശോധിക്കുന്നതും, അതുപോലെ തന്നെ NRG തൊഴിലുറപ്പ് വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ്, കുടുംബശ്രീ ഓഫീസ് എല്ലാം ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ചുമതല വൈസ് പ്രസിഡൻറ്റിനും അഥവാ പ്രസിഡൻറ്റിൻ്റെ ഭാവത്തിൽ അത് ആ ചുമതലയും കൂടി വൈസ് പ്രസിഡൻറ്റ് നിർവഹിക്കേണ്ടതാണ്. അത് ഇവിടെ നിർവഹിച്ചു പോരുന്നു. അതുപോലെ തന്നെ തികച്ചും ഗ്രീൻ എനർജി ആയിട്ട് സോളാറിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് K-സ്മാർട്ട് വഴി മികവുറ്റ സേവനവും ഇതുവരെ നൽകിപ്പോരാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്പിളി റെനിൽ, കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ഫണ്ടും MLAയും മന്ത്രിയുമായ ബിന്ദു ടീച്ചറുടെ
ആസ്തി ഇതര വികസന ഫണ്ടും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും സമയബന്ധിതമായി വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നടത്തുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബീന സുബ്രഹ്മണ്യൻ, കാർളം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ആരോഗ്യരംഗത്ത് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ വകയിരുത്തി ചെലവഴിച്ചു പോരുന്നു. അതിൽ പ്രത്യേകം പറയേണ്ടത് FHSC പുല്ലത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെയ്ത വിവിധ പ്രവൃത്തികളെക്കുറിച്ചാണ് പറയാനുള്ളത്. നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലാബുകൾ പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് 3 ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ 2 ഡോക്ടർമാരുടെ സേവനവും ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെ ഈവനിങ് OP ഉണ്ടായിരിക്കുന്നതാണ്. മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡുകളിലും MCFകൾ സ്ഥാപിക്കുകയും ബയോബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ജഗജി കായമ്പുറത്ത്, കാർളം പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. വയോജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുകയും അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടി വയോജന പാർക്ക്, ശാരീരിക ക്ഷമത ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റ് ഉപകരണങ്ങൾ എന്നിവയും നൽകാൻ സാധിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ഇരുചക്ര വാഹനങ്ങൾ നൽകുകയും പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികളുടെ യോഗങ്ങൾ ചേരുന്നതിനും പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിനും നിർവഹണ ഉദ്യോഗസ്ഥരാൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനുമുള്ള പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ. പഞ്ചായത്തിന്റെ സ്റ്റാഫുകളെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും ഏകോപിപ്പിച്ചുകൊണ്ട് സേവനങ്ങളും ഭരണസമിതി തീരുമാനങ്ങളും പരിശോധന നടത്തി ജനങ്ങളിലേക്ക് യുക്തവും വ്യക്തവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പ്രധാനിയാണ് സെക്രട്ടറി. 2020-25 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരും ഘടകസ്ഥാപനങ്ങളിലെ ജീവനക്കാരും അംഗനവാടി പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവരുടെ ശ്രമഫലമായി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാർളം ഗ്രാമപഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ ജില്ലയിൽ തന്നെ 3-ാം സ്ഥാനം കരസ്ഥമാക്കാൻ കാർളം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം നിർണായകമായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് കാർളം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാർളം ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് സഹകരിച്ച എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥർക്കും അനുബന്ധ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിനായി ജീവനക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. കോവിഡ്-19 എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി പ്രതിരോധത്തിനായി മികച്ച CFLTC സെന്ററുകളും RRT പാലിയേറ്റീവ് സേവനങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുകയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുകയും ചെയ്തു. കാലത്ത് 9 മുതൽ വൈകിട്ട് 6 വരെ 3 ഡോക്ടർമാരുടെ സേവനവും സോളാറിൽ പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മെഡിക്കൽ ലാബും കാര്യക്ഷമതയോടെ ജനങ്ങൾക്കു വേണ്ടി ഉറപ്പാക്കുന്നു. കായകൽപ്പം, ആർദ്ര കേരളം എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് താണിശ്ശേരി, വെള്ളാനി, കാറളം എന്നീ 3 സബ് സെന്ററുകളിലെ ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകളും ലെപ്രസി, TB എന്നീ മാരക രോഗങ്ങളെ നിർണയിക്കുന്നതിനും ക്യാൻസർ, ഡയാലിസിസ് രോഗികൾക്ക് സഹായം, മാനസികാരോഗ്യ ഡോക്ടറുടെ സേവനം, സാംക്രമിക രോഗങ്ങളുടെ നിവാരണവും ക്ലോറിനേഷൻ, ഫോഗിംഗ് എന്നിവ സമയാസമയങ്ങളിൽ നടന്നുവരുന്നു. ഞാനിവിടെ 2023 ജൂലൈയിലാണ് മെഡിക്കൽ ഓഫീസറായിട്ട് ചാർജ് എടുത്തത്. അപ്പം അവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ, അത് FHC കുടുംബാരോഗ്യ കേന്ദ്രം കാർളത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
മാത്രമല്ല നമ്മുടെ ഭരണസമിതി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻ്റർഫറൻസ് ആണ് നമ്മുടെ ഉദ്യോഗസ്ഥരുമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നമ്മുടെ എല്ലാ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ നമ്മളുടെ ഓരോ ആവശ്യങ്ങളും മുന്നോട്ട് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു അപ്രോച്ചായിരുന്നു നമ്മുടെ ഭരണസമിതിയിലെ പ്രസിഡൻ്റ് അടക്കമുള്ള അന്നത്തെ പ്രസിഡൻ്റായ ശ്രീമതി സീമ മാഡം ആയാലും പിന്നീട് വന്ന നമ്മുടെ ബിന്ദു മാഡം ആയാലും വൈസ് പ്രസിഡൻ്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പേഴ്സ് എല്ലാവരുടെയും ഒരു നല്ലൊരു പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് ആയിരുന്നു നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഞാൻ വന്ന മാസം തന്നെ ഇവിടെ കായകൽപ്പിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ആഘോഷപരമായിട്ട് ഉള്ള ഒരു ആക്ടിവിറ്റീസ് ആയിരുന്നു, കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു അന്ന് ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമുക്കതിലും ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പല കാര്യങ്ങളും ക്വാളിറ്റി ലെവലിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും കണക്കിലെടുത്തുകൊണ്ട് ഭാവിയിൽ നമുക്ക് അടുത്ത് തന്നെ അത് ചെയ്തു തരാമെന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ 8 ആയുർവേദ വിഷവൈദ്യ ഡിസ്പെൻസറികളിൽ ഒന്നായ കാറളം ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനവും പൊതുജനങ്ങൾക്കാവശ്യമായ മരുന്നുകളും ലഭ്യമാണ്. ഹോമിയോ ഡിസ്പെൻസറിയിൽ ഡോക്ടറുടെ സേവനവും പൊതുജനങ്ങൾക്കാവശ്യമായ മരുന്നുകളും ലഭ്യമാണ്. കൂടാതെ പുതിയ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതുമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വെറ്ററിനറി ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പാലിന് സബ്സിഡി, കാലിത്തീറ്റ, കന്നുകുട്ടി പരിപാലനം, മുട്ടക്കോഴി വിതരണം, ആടുവളർത്തൽ എന്നിങ്ങനെയുള്ള പദ്ധതികൾ ക്ഷീരകർഷകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിന്യസിച്ചിരിക്കുന്നു. 60% ജനങ്ങളുടെ മുഖ്യ വരുമാനം കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ കാർഷിക മേഖലയ്ക്ക് വർഷാവർഷം 40% പദ്ധതി വിഹിതം ചെലവഴിച്ചുകൊണ്ട് നെൽവിത്ത് വിതരണം, ജൈവവളം, കുമ്മായം, കൂലിച്ചെലവ്, പച്ചക്കറി സ്വയം പര്യാപ്തത, കേരഗ്രാമം പദ്ധതി, ജാതി, കുറ്റിക്കുരുമുളക്, സങ്കരയിനം തെങ്ങിൻ തൈകൾ, കിഴങ്ങുവർഗ വിത്തുകൾ, വാഴകൃഷി എന്നിവ നൽകിയും ജലസേചന സൗകര്യത്തിനായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ നടപ്പിലാക്കിയും കർഷക സംഘങ്ങൾക്ക് റീബിൽഡ് കേരള പദ്ധതി പ്രകാരം 3 കോടി ചെലവഴിച്ചുകൊണ്ടും കാർഷിക സമൃദ്ധി പരിപൂർണതയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നു. കാറളം ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാറള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏകദേശം 31.5 ലക്ഷത്തോളം പഞ്ചായത്ത് വിഹിതം കാർഷിക മേഖലയ്ക്ക് തന്നെയായിട്ട് പഞ്ചായത്ത് ഭരണസമിതികൾ നീക്കിവെച്ചിട്ടുള്ളത് കൃഷി ഓഫീസറായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ജനകീയ ആസൂത്രണ പദ്ധതികൾ അത് കർഷകർക്ക് എത്രത്തോളം എന്താ പറയുക ഫലവത്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. കാറളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഏരിയയിൽ നെൽകൃഷി ചെയ്തു വരുന്ന കർഷകരുണ്ട്. അവരെ സഹായിക്കാനെന്നുള്ള രീതിയിൽ സബ്സിഡി നിരക്കിൽ കൂലിച്ചെലവായാലും വിത്ത് പരിപൂർണമായി സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതുപോലെ തന്നെ കുമ്മായ വിതരണവും നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഴ, കാറളത്തെ സംബന്ധിച്ചിടത്തോളം വാഴ കൃഷി വളരെ പ്രധാനപ്പെട്ടതാണ്. വാഴ കൃഷിക്ക് കൂലിച്ചെലവ് നൽകൽ, ജൈവവളം നൽകൽ, അതുപോലെ തന്നെ പച്ചക്കറി കർഷകരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് പച്ചക്കറി തൈകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല സഹകരണത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ നമ്മളായിട്ട് ചേർന്ന് നടപ്പിലാക്കി വരുന്നത്. വെള്ളാനി പുളിയംപാടം കോൾ നിലങ്ങൾക്കായി 3 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നേടി പ്രവൃത്തികൾ തുടങ്ങാനിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്കായി വഞ്ചിയും വലയും, ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപം, കൂട് കൃഷി, ലൈവ് ഫിഷ് മാർക്കറ്റ്, പടുതാക്കുളം എന്നിവ കാര്യപ്രാപ്തിയിലേക്ക്. ഇതെല്ലാം ഉൽപാദന മേഖലയെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളാണ്. എല്ലാ വീടുകളിലേക്കും ജൽജീവൻ മിഷൻ വഴി പൈപ്പ് കണക്ഷൻ കൊടുത്തുകൊണ്ട് ശുദ്ധജല വിതരണം ഉറപ്പാക്കുകയും പുതിയ പൊതുകിണറുകൾ നിർമ്മിച്ചും പഴയത് പുനരുദ്ധാരണം ചെയ്തും വാട്ടർ ATM എന്നിവ സ്ഥാപിച്ചും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിച്ചു. രൂക്ഷമായ വേനലിൽ ഇതുവഴി മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ടാങ്കർ ലോറിക്ക് വെള്ളം വിതരണം ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതായി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ വന്ന് ശേഖരിക്കുന്ന ഹരിതകർമ്മസേന, MCFലേക്ക് മാലിന്യങ്ങൾ മാറ്റുന്നതിനു വേണ്ട ഇലക്ട്രിക് വാഹന സൗകര്യം,
വെള്ളാനിയിൽ പ്രവർത്തിക്കുന്ന MCFലേക്ക് പ്ലാസ്റ്റിക്കുകൾ സോർട്ടിംഗ് ടേബിളിൽ തരംതിരിച്ച് ബെയിൽ ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി വരുന്നു. പൊതുസ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും വേസ്റ്റ് ബിന്നുകൾ, ബോട്ടിൽ ബൂത്ത്, കമ്പോസ്റ്റ് പിറ്റുകൾ എന്നിവ വഴി മാലിന്യരഹിത പഞ്ചായത്ത് എന്ന പൂർണ്ണതയിലേക്ക് എത്തുന്നു. കുട്ടികൾക്കായി കുട്ടിക്കൂട്ടം പാർക്കിൽ ടർഫ് കോർട്ട് ഉൾപ്പെടെ നവീകരിച്ച കളിസ്ഥലവും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നീന്തൽ പരിശീലനം നൽകുന്നതിനുള്ള നീന്തൽ കുളവും സജ്ജമാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് ഓപ്പൺ ജിം, ഒത്തുചേരുന്നതിനായി പകൽ വീടും ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് കട്ടിൽ, സഹായ ഉപകരണങ്ങൾ എന്നിവ വർഷാവർഷം വിതരണം ചെയ്യുന്നു. വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഇത്തരം പദ്ധതികൾ വയോജനക്ഷേമം ലക്ഷ്യത്തിലെത്തിക്കുന്നു. എല്ലാ വർഷവും ഭിന്നശേഷിക്കാർക്കായി സ്കോളർഷിപ്പ് നൽകി വരുന്നു. കൂടാതെ സഹായ ഉപകരണങ്ങളും മുച്ചക്ര വാഹനങ്ങളും നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ പഞ്ചായത്ത് പരിശ്രമിക്കുന്നു. വനിതകൾക്കായി ഓപ്പൺ ജിം, ഫിറ്റ്നസ് സെന്റർ, യോഗ ക്ലാസുകൾ, സ്വയം തൊഴിലിനായി ഇരുചക്ര വാഹനം, LED ബൾബ് നിർമ്മാണ യൂണിറ്റ് എന്നീ മികവുറ്റ പദ്ധതികൾ സ്ത്രീകളുടെ ക്ഷേമവും ആരോഗ്യവും അതുവഴി സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പുവരുത്തുന്നു. പഞ്ചായത്തിൽ 20ഓളം അങ്കണവാടികൾ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികൾക്കായി പ്രീ സ്കൂൾ, പോഷകാഹാരം, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കെയറിംഗ്, അഡൽട്ട് ഗേൾസ് ക്ലബ്, കൗൺസിലിംഗ്, ALMSC, കമ്മ്യൂണിറ്റി ബേസ് ഇവന്റ് എന്നിവ നടത്തിപ്പോരുന്നു. DWMS വഴി തൊഴിൽ അന്വേഷകരെ രജിസ്റ്റർ ചെയ്യുന്നതിനും തൊഴിൽ മേളകളിൽ പങ്കെടുപ്പിക്കുന്നതിനും രജിസ്ട്രേഡ് കമ്പനികളിൽ തൊഴിൽ നേടിക്കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാക്ഷരത എല്ലാവരിലേക്കും എന്ന സർക്കാർ മുദ്രാവാക്യം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ പഞ്ചായത്തും അണിചേരുന്നു. കേരളോത്സവം ഉൾപ്പെടെയുള്ള യുവജനക്ഷേമ പദ്ധതികൾ നല്ല രീതിയിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ യുവജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്നു. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. സ്ത്രീ ശാക്തീകരണം, സ്വയം പര്യാപ്തത, ദാരിദ്ര്യ ലഘൂകരണം, പഞ്ചായത്തിന്റെ CDS മോഡൽ കുടുംബശ്രീ, 185 അയൽക്കൂട്ടങ്ങൾ, 2775 അംഗങ്ങൾ, 57 സ്വയം സംരംഭങ്ങൾ, 51 JLG ഗ്രൂപ്പുകൾ, ലിങ്കേജ് ലോണുകൾ, തൊഴിൽ പരിശീലനങ്ങൾ, ബാലസഭ, ബാലപാർലമെന്റ്, കരാട്ടെ, യോഗ ക്ലാസുകൾ, ഹാപ്പി കേരളം, അഗ്രി ന്യൂട്രി ഗാർഡൻ എന്നിവ കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടവയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2007 മുതൽ പ്രാബല്യത്തിൽ വന്നു. 225ഓളം തൊഴിലാളികൾ തൊഴിൽ ചെയ്തു വരുന്നു. 135ഓളം തൊഴിലാളികൾ ഓരോ സാമ്പത്തിക വർഷം 100 ദിനം പൂർത്തീകരിച്ച് ഭൂവികസന പദ്ധതികൾ, തൊഴുത്ത്, ആട്ടിൻകൂട്, കുളം, കിണർ, ആസ്തി വികസന പ്രവൃത്തികൾ, വൃക്ഷത്തൈ നടീൽ എന്നിവയും, കോൺക്രീറ്റ് റോഡുകൾ, മിനി MCF, ഭവന പദ്ധതി, സോക്പിറ്റ് നിർമ്മാണം, അസോള ടാങ്ക് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയുള്ള പഞ്ചായത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. നിരവധി ഭവനങ്ങളുടെ പുനരുദ്ധാരണം, വിവാഹ ധനസഹായം, വാട്ടർ ടാങ്ക്, വിദ്യാർത്ഥികൾക്ക് പഠനമുറി, ലാപ്ടോപ്പുകൾ, ഫർണിച്ചർ, സ്കോളർഷിപ്പ്, നന്ദി പ്രദേശത്ത് IHDP സങ്കേതങ്ങളിൽ 1 കോടിയുടെ അംബേദ്കർ ഗ്രാമ പദ്ധതി, വെള്ളാനി സങ്കേതങ്ങളിലെ റോഡുകളുടെ പുനരുദ്ധാരണം, പാർശ്വഭിത്തി സംരക്ഷണം, മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ട 9 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കൽ, വെള്ളാനി വടക്കേ SC ഉന്നതി പ്രദേശത്ത് MLAയുടെ 1 കോടിയുടെ അംബേദ്കർ സ്വാശ്രയ വികസന പദ്ധതിയും, കൂടാതെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 14-ാം വാർഡിലെ 30 SC കുടുംബങ്ങൾക്ക് ഓരോ ലക്ഷം വീതം നൽകിക്കൊണ്ട് ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുവരുന്നു. ബഹുമാനപ്പെട്ട MLAയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും CFC ഫണ്ടിന്റെയും സഹായത്തോടെ പുതിയ റോഡുകൾ നിർമ്മിക്കാൻ സാധിച്ചു. കിഴുത്താണി കാറളം, പൊറത്തിശ്ശേരി ചെമ്മണ്ട കാറളം റോഡുകൾ BMBC മോഡലിൽ നിർമ്മാണം.
PMSAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കല്ലട ഹരിപുരം റോഡ്, 1-ാം വാർഡിൽ നിർമ്മിച്ച കളരിപ്പറമ്പ് ലിങ്ക് റോഡ്, കട്ടപ്പുറം റോഡ്, 2-ാം വാർഡിൽ കൈനിലം ശിവക്ഷേത്രം റോഡ്, ഐഡിയ റോഡ്, പൊന്തേങ്കണ്ടത്ത് റോഡ്, 3-ാം വാർഡിൽ വല്ലുഴി റോഡ്, 4-ാം വാർഡിൽ KK നാരായണൻ റോഡ്, തേറാട്ടിൽ ക്ഷേത്രം റോഡ്, ചെമ്മണ്ട 4 സെന്റ് സങ്കേതം റോഡ്, 5-ാം വാർഡിൽ പവിഴം അങ്കണവാടി റോഡ്, 6-ാം വാർഡിൽ വെട്ടിയാട്ടിൽ ക്ഷേത്രം റോഡ്, പാറളം അങ്കണവാടി റോഡ്, ആലില റോഡ്, 7-ാം വാർഡിൽ ഗ്രീൻ വാലി റോഡ്, AKG ലിങ്ക് കാർഗിൽ റോഡ്, 8-ാം വാർഡിൽ കാട്ടിക്കുളം ലിങ്ക് റോഡ്, 9-ാം വാർഡിൽ തേവർ റോഡ്, പത്തനാപുരം ബണ്ട് റോഡ്, 10-ാം വാർഡിൽ പൂവത്തും കടവിൽ റോഡ്, 11-ാം വാർഡിൽ കൊട്ടിൽ റോഡ്, സൗഹൃദ റെസിഡൻസ് റോഡ്, ദേവിനഗർ റോഡ്, 12-ാം വാർഡിൽ തൊട്ടപ്പുള്ളിത്താഴം റോഡ്, താണിശ്ശേരി നന്ദി റോഡ്, 13-ാം വാർഡിൽ ഹോമിയോ ഹെൽത്ത് സെന്റർ റോഡ്, 14-ാം വാർഡിൽ പുല്ലത്തിത്തോട് ലിഫ്റ്റ് റോഡ്, 15-ാം വാർഡിൽ പുതിയ മഠത്തിൽ റോഡ്. ബഹുമാനപ്പെട്ട MLAയുടെ പ്രാദേശിക ഫണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ക്ലേശകരമായ എല്ലാ റോഡുകളും റീടാർ ചെയ്ത് പുനരുദ്ധരിച്ചു. 1-ാം വാർഡിൽ മേച്ചേരിക്കുന്ന് റോഡ്, ഇത്തിൽക്കുന്ന് ആലുക്കക്കടവ് റോഡ്, വിളക്കത്തല റോഡ്, കളരിപ്പറമ്പ് ലിങ്ക് റോഡ്, നന്ദി IHDP സങ്കേതം റോഡ്. 2-ാം വാർഡിൽ കിഴുതായിപ്പാടം റോഡ്, ഇത്തിൽക്കുന്ന് ആലുക്കക്കടവ് റോഡ്, ആലുക്കക്കടവ് പള്ളം റോഡ്. 3-ാം വാർഡിൽ സുമഗിരി റോഡ്, MLA റോഡ്, SNBP കണ്ണമ്പുഴ റോഡ്, വടക്കേ ഫാം എൻഡ് റോഡ്, മണലിപ്പാടം റോഡ്, PWD 4 സെന്റ് സങ്കേതം റോഡ്, അമ്പലം കയർ ഭവൻ റോഡ്, പാറാമ്പുള്ളി റോഡ്. 5-ാം വാർഡിൽ പുല്ലത്തറ വെള്ളാനി റോഡ്, ഹെൽത്ത് സെന്റർ റോഡ്, അങ്കണവാടി പാറാമ്പുള്ളി റോഡ്, അടക്കാപ്പന്തൽ റോഡ്, AKG പുഞ്ചപ്പാടം ലിങ്ക് റോഡ്. 6-ാം വാർഡിൽ കിഴുത്താണി ചെമ്മണ്ട റോഡ്, പറളം പുഞ്ചപ്പാടം റോഡ്. 7-ാം വാർഡിൽ അങ്കണവാടി ലിങ്ക് റോഡ്, കുറ്റിക്കാട് റോഡ്, ആയുർവേദ കല്ലിക്കാട്ട് റോഡ്, സുവർണ ജൂബിലി റോഡ്. 8-ാം വാർഡിൽ കൊട്ടാരം ചിറയത്ത് റോഡ്, ചിറയത്ത് കോളനി, SNDP വിഷ്ണു ക്ഷേത്രം റോഡ്, SNDP ലിങ്ക് റോഡ്, മനപ്പടി വെട്ടിക്കര റോഡ്, അംബേദ്കർ കോളനി റോഡ്, കാട്ടിക്കുളം റോഡ്, കാട്ടിക്കുളം ലിങ്ക് റോഡ് 2. 9-ാം വാർഡിൽ പത്തനാപുരം ഗോവിന്ദൻ വൈദ്യർ റോഡ്, കൂനമ്മാവ് റോഡ്, ചിറവരമ്പത്ത് റോഡ്, ചിറവരമ്പത്ത് പൗലോസ് പടിവരെ, തൃത്താണി ശിവക്ഷേത്രം റോഡ്, പത്തനാപുരം ലിങ്ക് റോഡ്, പത്തനാപുരം റോഡ്, കുഞ്ഞികൃഷ്ണൻ വൈദ്യർ റോഡ്. 10-ാം വാർഡിൽ ഹെൽത്ത് സെന്റർ റോഡ്, ഊർപ്പതി റോഡ്, സൗഹൃദ റെസിഡൻസ് റോഡ്, കോരുമ്പൻ കാവ് റോഡ്, മച്ച് സെന്റർ കമ്മട്ടിത്തോട് റോഡ്, കാരേങ്ങാട് റോഡ്, ഹരിപുരം അമ്പലം റോഡ്, KLDC ലിങ്ക് റോഡ്, കൂലിച്ചെത്തി റോഡ്, കിടങ്ങാശ്ശേരി മന റോഡ്. വാർഡ് 11-ൽ കല്ലട ഹരിപുരം റോഡ്, കടുവാക്കുഴി പൊട്ടക്കുളം റോഡ്, അങ്കണവാടി റോഡ്. വാർഡ് 12-ൽ പവർ ഹൗസ് ലക്ഷം വീട് റോഡ്, പവർ ഹൗസ് കാട്ടൂർ കോളനി റോഡ്, മച്ചാട്ട് റോഡ്, പവർ ഹൗസ് ലിങ്ക് റോഡ്, വാട്ടർ ടാങ്ക് റോഡ്. വാർഡ് 13-ൽ പുള്ളത്ത് റോഡ്, ടാങ്ക് ബോയ്സ് റോഡ്, തോപ്പിൽ റോഡ്. വാർഡ് 14-ൽ കോഴിക്കുന്ന് ടാങ്ക് റോഡ്, വടക്കേ സങ്കേതം റോഡ്, സൈഡ് പ്രൊട്ടക്ഷൻ, കോഴിക്കുന്ന് സങ്കേതം റോഡ്. വാർഡ് 15-ൽ ശങ്കുണ്ണി മാസ്റ്റർ റോഡ്, പാറാമ്പുള്ളി റോഡ്, കരിപ്പിള്ളിക്കുളം ഹൈസ്കൂൾ റോഡ്, പുതിയാട്ടിക്കുളം റോഡ്, ഇട്ടിക്കുന്നത്ത് റോഡ്, ആരോടി ലിങ്ക് റോഡ്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടും CMC ഫണ്ടും ഉപയോഗിച്ച് മഴവെള്ളം ഒഴുക്കിക്കളയുന്നതിന് കോൺക്രീറ്റ് കാനകൾ നിർമ്മിച്ചു. വാർഡ് 1-ൽ മേച്ചേരിക്കുന്ന് റോഡ് സൈഡ് പ്രൊട്ടക്ഷൻ, പാറക്കുളം പുനരുദ്ധാരണം. വാർഡ് 2-ൽ കിഴുതായിപ്പാടം ലിങ്ക് റോഡ് കാന, പൊന്തേങ്കണ്ടത്ത് റോഡ് സൈഡ് പ്രൊട്ടക്ഷൻ. വാർഡ് 4-ൽ പാറാമ്പുള്ളി കാന, ബാലവാടി മനക്കുളം കാന. വാർഡ് 5-ൽ
അടക്കാപ്പന്തൽ പുഞ്ചപ്പാടം കാന. 6-ാം വാർഡിൽ കിഴുത്താണി ചെമ്മണ്ട കാന, പൊട്ടക്കുളം ഔട്ട്ലെറ്റ് കാന. 7-ാം വാർഡിൽ മനപ്പടി കിഴുത്താണി കാന, വാർഡ് 8-ൽ മനപ്പടി കാന, പെരുന്തോട് സൈഡ് പ്രൊട്ടക്ഷൻ. വാർഡ് 9-ൽ പത്തനാപുരം കാന, വാർഡ് 10-ൽ തെങ്ങുംതറ കൾവർട്ട്, മെഞ്ചൽക്കുളം തോട്, പരുത്തിക്കുഴി തോട്. വാർഡ് 12-ൽ തോട്ടപ്പുള്ളിത്താഴം റോഡ് കാന, വാർഡ് 14-ൽ സെറ്റിൽമെന്റ് സങ്കേതം കാന, വാർഡ് 15-ൽ പറൂമ്പാടം കാന. തുടർച്ചയായി നികുതി പിരിവിൽ 100%, പദ്ധതി വിഹിതം ചെലവാക്കിയതിൽ 3-ാം സ്ഥാനം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് 100% ചെലവഴിച്ചതിന് പുരസ്കാരം. 2023-24 ആർദ്രം കേരളം പുരസ്കാരം എന്നിവ ഈ കാലയളവിൽ പഞ്ചായത്തിന് കിട്ടിയ ബഹുമതികളാണ്. കൂടാതെ കുടുംബശ്രീ മോഡൽ CDS ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ അവസരത്തിലാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയവും കിലയും ദേശീയ ശില്പശാലയുടെ ഭാഗമായി ISO സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിന് അത് നേടിയിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ പറ്റി പഠിക്കുന്നതിനായി വിദഗ്ധരുടെ സംഘം ഉത്തർപ്രദേശിൽ നിന്ന് സന്ദർശിച്ച് പ്രശംസിച്ചതും. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം കേരളത്തിലെ പൊതുജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തുടർന്നുള്ള ഭരണസമിതിക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കേരളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി.